ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് കടന്നു വന്നവരെ എല്ലാം ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യേ പത്തനംതിട്ടയിൽ നിന്ന് ഒരു കുടുംബം കടന്നു വന്നിട്ടുണ്ട്. ഒരു യൂട്യൂബ് കണ്ട് കടന്നു വന്നതാണ് കേട്ടോ. അവ കരങ്ങളെ അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാമോ? നമുക്ക് അവരെ ഓർത്ത് സ്തോത്രം. നോക്കിക്കേ, എത്ര ദൂരെ നിന്നല്ലേ ഒരു കുടുംബം കടന്നു വന്നിരിക്കുന്നു. നമ്മളിവിടെ ദേശത്തുള്ളവരെയൊക്കെ ആരാധനയ്ക്ക് വരാൻ വിളിച്ചാലോ വലിയ മടിയല്ലേ? ആ, ദൈവത്തെ കേൾക്കണമെന്നുള്ളവർ വരും, പത്തനംതിട്ടയിൽ നിന്നും വരും. പിന്നെ എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും സിസ്റ്ററെ? കണ്ണൂരിൽ നിന്ന് വരും, കൊല്ലത്തുനിന്ന് വരും. എല്ലാം പറയും പോലെ വരട്ടെ. എല്ലായിടത്തുനിന്നും വരും, സ്തോത്രം. ഞാൻ അതൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ പദ്ധതിയാണ്. പ്രിയ മക്കൾ നമ്മുടെ നടുവിലായിരിക്കും. നമ്മളെല്ലാവരും ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. ഈ സഭയെ അവർ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു സ്നേഹസദ്യയൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കഴിച്ചിട്ടേ പോവാവൂ. ഹല്ലേലൂയ. കാരണം അവരൊറ്റയ്ക്ക് സന്തോഷിക്കേണ്ട, അവരിവിടെ വന്നാൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കണമെന്ന്, അല്ലേ? അങ്ങനെയല്ലേ കർത്താവിൻ്റെ മക്കളായിരിക്കേണ്ടത്, സ്തോത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചിട്ട് പോകണമെന്ന് വീക്ഷിക്കുന്നു ദൈവനാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, മഴയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആർത്തിയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങൾ എന്നെ ഒരു സഹോദരിയെ പോലെ സ്നേഹിക്കുന്നു, മകളെ പോലെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ നാളുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെയും കർത്താവ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി മാറ്റുന്നു എന്ന് നിങ്ങളുടെ കമൻറ്റുകളിലൂടെയൊക്കെ അറിയാൻ സാധിക്കുന്നതിൽ, സാക്ഷ്യങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് ഇത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പുതിയ ഭാഷ ലഭിച്ചവരുണ്ട്. ഹല്ലേലൂയ. ദൈവിക ദർശനങ്ങൾ ലഭിക്കുന്നവരുണ്ട്, വെളിപ്പാടുകൾ ലഭിക്കാൻ തുടങ്ങിയവരുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ മങ്ങലേറ്റ് കിടന്നവർക്ക് തീ വീണ്ടും കത്തി തുടങ്ങിയവരുണ്ട്. ഹല്ലേലൂയ. അതിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ ആരെല്ലാമാണോ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്, മറ്റാരെയും അറിയത്തില്ല, കാണുന്നവരൊത്തിരി പേരുണ്ടാകാം. എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ഉപവാസത്തോടെ ആയിരിക്കുവാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും കഴിയുന്ന സമയങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഈ നാളുകളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ദേശം ഒരു ഉണർവ് കാണുന്നതിന് വേണ്ടി, ഇതിനു വേണ്ടി എല്ലാം നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. ഇന്നലെ ഒരു കമൻറ്റിൽ കണ്ടു, സിസ്റ്ററെ ഒത്തിരി ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് ക്ഷീണം തോന്നിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് കഴിയുന്നു, സ്തോത്രം. ആ ഒരു ആത്മബന്ധത്തിനായി നന്ദി. ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, എങ്കിലും ക്ഷീണം തോന്നാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു എന്നറിയുന്നതിൽ അതും ഒരു സന്തോഷം. കാരണം നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി പേർ നമ്മുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്, സ്തോത്രം. അപ്പോൾ ആ ഫാസ്റ്റിംഗ് പൂർണ്ണമാക്കാൻ എന്നെ ദൈവം സഹായിക്കണം. എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാലൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കർത്താവ് പറയുന്നവരെ ഇരിക്കണ്ടേ, അല്ലേ? ഒരു അമ്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, വേണ്ടേ? കുഞ്ഞുങ്ങളെ നോക്കണം, സ്കൂളിൽ അയക്കണം, ഒരു ഭാര്യയുടെ കടമകളെല്ലാം നമുക്ക് നിർവഹിക്കണം. പിന്നെ ഒരു സഹോദരിയായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യണം, ഒരു അപ്പന് മകളായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരൊക്കെ പറയുന്നു, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം സിസ്റ്ററിന് വേണ്ടി? സ്തോത്രം. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ദൈവം ബലപ്പെടുത്തണമെങ്കിൽ ഞാനിവിടെ വേണം, വേണ്ടായോ? അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തിന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ നിന്ന് ആഴത്തിലുള്ള വെളിപ്പാടുകളൊക്കെ ഞാൻ ഇരുന്ന് പ്രാപിച്ചാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ. ഇത് ഈസി ആയിട്ടുള്ള ഒരു പണിയാണോ? അല്ല. നിങ്ങൾ വിചാരിക്കും മൈക്കെടുത്ത് വന്ന് നിന്നാൽ മതി എല്ലാം ഓക്കെ എന്നാണ്. അല്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് അത് പ്രാപിച്ചാലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വിളമ്പാനായിട്ട് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അതിനുവേണ്ടി എന്നെ ബലപ്പെടുത്താനായിട്ട് നിങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃപാവരങ്ങളെ പറ്റിയാണ്, സ്പിരിച്വൽ ഗിഫ്റ്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കൃപാവരങ്ങളെന്ന് നമ്മൾ പഠിച്ചു, ടങ്സിനെ കുറിച്ച് പഠിച്ചു, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സിനെ കുറിച്ച് പഠിച്ചു, പ്രവചനവരത്തെ പറ്റി പഠിച്ചു. അതെല്ലാം പറഞ്ഞു തീർന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് നിർത്തിയത്. എന്തുകൊണ്ട് ചില പ്രവചനങ്ങൾ സംഭവിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് നമുക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പറയാനായി സാധിച്ചില്ല. അത് വരുന്ന ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഞാൻ തീർച്ചയായും അത് പറയുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 3 കാര്യങ്ങളെ പറ്റിയാണ്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം.
ഇത് ഇങ്ങനെ പറയുമ്പോൾ നല്ല എളുപ്പമുണ്ട്, ഇതൊന്നും ഇങ്ങനെ തീരില്ല. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ വചനം എന്താണ്, പരിജ്ഞാനത്തിന്റെ വചനം എന്താണ്, ഇന്ന് ഇത് രണ്ടും പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. വേർഡ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം, നമ്മൾ അതിനെ പറ്റിയാണ് പറയുന്നത്. ദൈവമക്കളായിരിക്കുന്ന എല്ലാവർക്കും തന്നെ വേണ്ട ഒന്നാണ് ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് എല്ലാവർക്കും വേണം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റാണ് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഈ ഭൂമിയിൽ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണ്? ജ്ഞാനം വേണം നമുക്ക്, ദൈവിക ജ്ഞാനം. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ദൈവിക ജ്ഞാനത്തെ പറ്റി, ഞാനത് പറഞ്ഞു തന്നു. എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത് പറഞ്ഞിട്ട് അതെങ്ങനെ നമുക്ക് ആ ജ്ഞാനത്തിന്റെ വചനം എന്നുള്ള ഗിഫ്റ്റ് നമുക്ക് ദൈവത്തിൽ നിന്ന് എങ്ങനെ ലഭിക്കും, ഇതുകൂടെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയാണ്. എന്തിനാണ് ജ്ഞാനത്തിന്റെ വചനം? പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമുക്ക് വിശ്വാസ ജീവിതത്തിന് അത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവസഭയുടെ പണി നടക്കണമെങ്കിൽ എന്ത് വേണം? ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ജ്ഞാനത്തിന്റെ മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. ദൈവജ്ഞാനമില്ലാതെ ഒരിക്കലും ദൈവസഭയെ നമുക്ക് പണിയാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ നമ്മൾ ആദ്യമേ കുറെ കല്ലങ്ങ് അടുക്കി വെക്കുമോ നമുക്ക് ഇഷ്ടമുള്ളടുത്ത്? അങ്ങനെ അല്ലല്ലോ. നമ്മളൊരു പ്ലാൻ വരച്ച് അടിസ്ഥാനമിട്ട് ഒന്നൊന്നായിട്ട് കല്ലുകൾ വെച്ച്, ജനൽ വെക്കേണ്ടടുത്ത് ജനൽ വെച്ച്, വാതിൽ വെക്കേണ്ടടുത്ത് വാതിൽ വെച്ച്, അല്ലേ? അങ്ങനെയല്ലേ പണിയുന്നത്? അങ്ങനെയാണ്. പക്ഷേ ദൈവസഭ പണിയുന്നതെന്നെല്ലാം പ്രശ്നത്തിൽ കിടക്കുവാണ്. മനസ്സിലായോ? അതുകൊണ്ടാ പകുതി ഇങ്ങനെ പണിഞ്ഞുകൊണ്ട് വരുമ്പോൾ വീട് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? ജ്ഞാനത്തിന്മേലല്ല ഈ പണി, ബുദ്ധിയിന്മേലുള്ള പണിയാണ്. മനസ്സിലായി? ബുദ്ധി കൊണ്ട് പണിയാൻ നോക്കരുത്. ദൈവസഭ പണിയാൻ പറ്റില്ല നമുക്ക്. ദൈവത്തിന്റെ വെളിപ്പാട് കൊണ്ട് പണിയണം. ഹല്ലേലൂയ. അതിന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അല്ലാതെ ഇങ്ങനെ വെളിപ്പാട് കിട്ടാനായിട്ടല്ലേ. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളത് പ്രാപിച്ചെങ്കിലേ സഭ പണിയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതാരോ ആയിക്കോട്ടെ, അപ്പോസ്തലനായിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആയിക്കോട്ടെ, ഉപദേഷ്ടാവായിക്കോട്ടെ, സുവിശേഷകനായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ട ഒരു ഗിഫ്റ്റാണിത്. ഹല്ലേലൂയ. ഇതില്ലാതെ സഭ പണിയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തേലും പറയുമ്പോൾ വിശ്വാസിക്ക് മനസ്സിലാവണ്ടേ? നമ്മൾ ഹോരം ഇവിടെ നിന്ന് ഞാൻ മൈക്കെടുത്ത് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തുറന്നില്ലെങ്കിൽ, വചനം നിങ്ങളുടെ അകത്തോട്ട് വീണില്ലെങ്കിൽ, ഞാൻ എത്ര മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിയാണോ അല്ലയോ? നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടാകുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ വീണ്ടും ജനിച്ചത്, സ്നാനപ്പെട്ടത്, അതേ സ്റ്റേജിൽ ഇപ്പോഴും നിങ്ങൾ തുടരുന്നു എങ്കിൽ 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്, പക്ഷെ അറിഞ്ഞതുപോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. വളർച്ചയില്ല. മനസ്സിലായി? ഒരു കുഞ്ഞിന് കുപ്പിപ്പാൽ കുടിക്കാൻ ഒരു പരിധിയുണ്ട്, ഒരു ഏജ് ഉണ്ട്. അതുവരെ അവന് കുപ്പിപ്പാൽ കൊടുത്താൽ മതി, അല്ലേ? പിന്നെയും കുപ്പിപ്പാൽ കൊടുക്കണോ? 18 വയസ്സായിട്ടും അവന് കുപ്പിപ്പാലാണോ കൊടുക്കുന്നത്? അല്ല. 18 വയസ്സായിട്ടും അവൻ കുപ്പിയിലെ പാലാണ് കുടിക്കുന്നതെങ്കിൽ അവനെന്തോ പ്രശ്നമുണ്ട്, അല്ലേ? അവനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആഹാരങ്ങൾ മാറ്റണം. നമ്മളെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആഹാരങ്ങൾ മാറ്റണം. എപ്പോഴും പാലല്ല വേണ്ടത്, കട്ടി ആഹാരം നമ്മൾ കഴിക്കാനായി തുടങ്ങണം. അതാണ് ഈ പഠനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിച്ചുകൊണ്ട് വന്നാലേ നമുക്ക് ഓജസ്സോടും തേജസ്സോടും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവസഭയെ പണിയാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ മാത്രമല്ല പണിയുന്ന ആള്, നിങ്ങൾ ഓരോരുത്തരും പണിയണം. ഓരോ കല്ലുകളായി നിങ്ങൾ ആദ്യം ഇരിക്കണം, അതിന് മുകളിൽ കല്ലുകൾ വെക്കണം. ഇതാ പണിയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മളെല്ലാവരെയും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ദൈവം പണിയുന്ന ആലയമാകുന്ന ആ സഭയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലോ? പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാൽ ചിലരങ്ങനെ പറയും. അപ്പൊ കർത്താവ് എന്ത് ചെയ്യും? ഒരു തട്ട് കൊടുത്ത്, ഒരു മുട്ട് കൊടുത്ത്, കല്ലിന്റെ മൂർച്ചയൊക്കെ ഒന്ന് മാറ്റി, അല്ലേ? കർത്താവിനെ പണിയൊന്നും പഠിപ്പിക്കണ്ട, എല്ലാം ശരിയാക്കി ഇടേണ്ടടുത്ത് അവനെ ഇട്ട്, ചൂളയിൽ വെക്കണമെങ്കിൽ ചൂളയിലിട്ടൊക്കെ ഒന്ന് ചുട്ട് റെഡിയാക്കി ആ കല്ലിനെ കൊണ്ടുവരും കർത്താവ്. കാരണം കർത്താവിന് നിങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ്. നീ എങ്ങനെയെങ്കിലും വേസ്റ്റിൽ ഇടാനായിട്ട് കർത്താവിന് ഉദ്ദേശമില്ല. നമ്മൾ ഈ ബേസ്മെന്റ് ഒക്കെ പണിയുന്ന സമയത്ത്, ബേസ്മെന്റ് കെട്ടുമ്പോൾ ചില കല്ലുകളെ മാറ്റിയിട്ടേക്കും.
ചില പാറക്കല്ലുകൾ എത്ര അടിച്ചാലും ഷേപ്പാവില്ല, അത് നമ്മൾ മാറ്റിയിടും. പിന്നെ അതങ്ങനെ തന്നെ കിടക്കും, അടിസ്ഥാനത്തിലും വെക്കാനും ഇവനെ കൊള്ളില്ല. അപ്പോൾ എന്ത് ചെയ്യും? മണ്ണിനടിയിലെങ്കിലും കുഴിച്ചിട്ടേക്കാം, ഒരു കുഴി എടുക്കുക, അതിനടിയിലെങ്കിലും ഇട്ട് വെച്ചേക്കാം, എന്തിനെങ്കിലും ഉപയോഗപ്പെടുത്തിയേ പറ്റും. കർത്താവിന് നമ്മളെ സംബന്ധിച്ചെല്ലാം പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു വചനം വായിക്കുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, ഇന്ന് വായിച്ചു കേട്ട ലേഖനമാണ് കേട്ടോ. 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എടുത്തവർക്ക് ആർക്കെങ്കിലും വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിൽ എല്ലാവരിലും ഒരു പണി നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? ഒരു പണി. ഒരു കെട്ടിടം പണിയുന്നത് പോലെ സഭയാകുന്ന മന്ദിരത്തിൽ നിങ്ങളെ എല്ലാവരെയും ചേർത്ത് വെച്ച് ആത്മാവിനാൽ പണിയുന്നു. മനസ്സിലായോ? എല്ലാവരിലും ആ പണി നടക്കണ്ടേ? വേണം. ഇത് അനേക സ്ഥലങ്ങളിൽ ആ പണി ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എല്ലാവരിലും ആ പണി ഒരുപോലെ നടക്കണം. അത് ആരാണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാം ദൈവം അത് ചെയ്യുന്നു. ഹല്ലേലൂയ. കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പം വളർന്നു കഴിഞ്ഞു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? വളരും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഇല്ല, വളരുന്നു എന്ന കണ്ടിന്യൂസ് ആണത്. വളർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ. അപ്പൊ എല്ലാവരിലും ആ പണി ആവശ്യമാണ്. അത് പണിയണമെങ്കിൽ ജ്ഞാനവും പരിജ്ഞാനവും ഇല്ലാതെ സഭ പണിയാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഓരോരുത്തരെയും ദൈവത്തിന്റെ ആലയങ്ങളാക്കി ദൈവത്തിന് പണിതെടുക്കണം. പൂർണ്ണമായും ദൈവത്തിന് നിങ്ങളിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കുറച്ച് വസിച്ചാൽ മതിയോ ദൈവം? ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്, അനുദിനവും വളരേണമേ ജ്ഞാനവും കുറയണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ജ്ഞാനവും കുറയണമേ. ഹല്ലേലൂയ. അപ്പോൾ അനുദിനവും നമ്മൾ എന്ത് ചെയ്യണം? വളരണം. അനുദിനവും പറഞ്ഞാട്ടെ, അനുദിനവും ക്രിസ്തു യേശുവിൽ വളരണം. ഞായറാഴ്ച മാത്രം വളർന്നാൽ പോരാ. പറ. ഞായറാഴ്ച മാത്രം വളർന്നാൽ ശരിയാകത്തില്ല. അനുദിനവും വളരണം. ഓക്കെ. അപ്പൊ അനുദിനവും നമുക്ക് എങ്ങനെ വളരാൻ കഴിയും? അതെങ്ങനെ കഴിയുമെന്ന് പാട്ടിലൂടെ പാടിത്തരാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യേശുവിനോട് കൂടെ അങ്ങ് ഇരിക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്നൊക്കെ ലോകത്ത് ഒത്തിരി ഇഷ്ടങ്ങളാണ്. ടി വിയുടെ കൂടെ ഇരിക്കണം, മൊബൈലിൻ്റെ കൂടെ നമുക്ക് ഇരിക്കണം, ഇല്ലേ? ഇഷ്ടമില്ലേ ഇങ്ങനെയൊക്കെ? എനിക്കിതൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൻറ്റി പറ, ടി വിയുടെ കൂടെ ഇരിക്കാൻ ഒരു ഇഷ്ടമുണ്ടോ? ഉണ്ട്. അതെയല്ല, സത്യമായിട്ട് പറയണം. സത്യമായിട്ട് പറയണം. ഇനി മൊബൈലിൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമുള്ളവര് സത്യം പറയാൻ ദൈവസന്നിധിയിലല്ലേ നമ്മൾ ഇരിക്കുന്നല്ലേ? അതാണ്. ഇതെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം സിസ്റ്റർ അമൃതയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോഴേ
പൂർണ്ണമായിട്ട് ഒരു വിശുദ്ധ ജീവിതത്തിൽ വന്നിറങ്ങിയ ഒരാളൊന്നുമില്ല. ടി വിയും സിനിമയും മൊബൈലും എല്ലാത്തിനകത്ത് കിടന്നിട്ടാ കർത്താവ് അതിൽ നിന്ന് എടുത്തേന്നേ. ഹല്ലേലൂയ. അപ്പോൾ ചിലരുടെ എല്ലാം ജീവിതം ഇങ്ങനെ ലോകത്തിനോട് കൂടെയുള്ള എന്തിനോടൊക്കെ ആയിപ്പോകുന്നു. മനസ്സിലായോ? കർത്താവ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുക, ഞാൻ എൻ്റെ സ്നേഹത്തെ ഒന്ന് ഞാൻ നിനക്ക് തരട്ടെ, നിനക്കെൻ്റെ സ്നേഹം വേണ്ടേ? ഒരപ്പൻ്റെ സ്നേഹമുള്ള ഹൃദയം തുടിക്കുന്നു, നമുക്കായി തുടിക്കുന്ന ഒരു ഹൃദയം. ഞാൻ നിന്നെ സ്നേഹിക്കാൻ, നീ ഒന്ന് ഇരുന്ന് തന്നാലും ഞാൻ ഒന്ന് സ്നേഹിക്കാം. നമ്മുടെ മക്കളൊക്കെ ഇത്തിരി ഒന്ന് വളർന്നു കഴിയുമ്പോഴേ, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ബേക്കിൽ നിന്നാണ് നടക്കുന്നത്, പക്ഷെ ഇത്തിരി ഒന്ന് വളർന്നു കഴിയുമ്പോഴേ അവർ ഒന്ന് ഇരുന്ന് തരാൻ പോലും സമയം ഉണ്ടാവില്ല അല്ലേ? ബിസി ലൈഫല്ലേ മക്കൾ വളരുമ്പോൾ ആണ്. അപ്പോൾ അമ്മയും അപ്പൻ എന്ത് ചിന്തിക്കുക, അവരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അവരെന്ന് സ്നേഹിക്കായിരുന്നു. അതുപോലെ നമ്മളിങ്ങനെ ഓടി ഓടി ലോകത്തിൻ്റെ ഓട്ടത്തിലോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ അപ്പൻ കാത്തിരിക്കും, അവൻ എപ്പോഴാണ് എൻ്റെ അടുക്കലേക്കൊന്ന് വരുന്നേ, അവൻ എപ്പോഴാ ഒരു വാക്കെന്നോടൊന്ന് മിണ്ടുന്നേ. മനസ്സിലായോ? എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവ് കാത്തിരുന്ന ഒരു സീസണുണ്ട്. ഞാൻ വൈകിപ്പോയി അപ്പൻ്റെ സ്നേഹം അറിഞ്ഞു വരാനായിട്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാനാണ്. ഹല്ലേലൂയ. ആ സ്നേഹം ആസ്വദിക്കാനാണ്. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു സ്നേഹത്തിൻ്റെ ചൂട് അറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ മാറിൽ നിന്ന് മാറാനായിട്ടും പറ്റത്തില്ല. മരണം വരെയും മരണം വരെയും മാറിയിനിയും ഞാനാ മാർവിൽ നിന്നും, മാറിയിനിയും ഞാനാ മാർവിൽ നിന്നും. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇനി എന്നാ വരാൻ പോകുന്നേ? അന്നേരം ജ്ഞാനം ദൈവം പകരും. ഹല്ലേലൂയ. നമുക്ക് എന്തിനെല്ലാം ജ്ഞാനം ഈ ഭൂമിയിൽ ആവശ്യമാണോ അതിനെല്ലാം ദൈവം ജ്ഞാനം പകരും കേട്ടോ. ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താ കർത്താവേ ചെയ്യണ്ടേ? ദൈവസന്നിധിയിലിരിക്കുക. ദൈവം നിന്നോട് പറയും, ഇത് ചെയ്താൽ മതി. ഏതവസ്ഥയിലായാലും എന്തവസ്ഥയിലായാലും മുന്നോട്ട് പോകാനും തീരുമാനമെടുക്കാനും നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിലിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്നേ. മനുഷ്യരുടെ ജ്ഞാനം പോലെയാണോ ദൈവത്തിൻ്റെ ജ്ഞാനം? അല്ല. ആകാശത്തെ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജ്ഞാനം അപാരമല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കിയാൽ നമുക്കത് അറിയാമല്ലോ അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ദൈവം എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അടുത്തൊരു വചനം കൂടി വായിക്കാം. താങ്ക് യു ജീസസ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് വായിച്ചു. കൊലോസ്യർ 2:3. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. ആരില്ല? യേശുവിൽ. ഇൻ ഹിം ഹിഡൻ all the treasures of wisdom and knowledge. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും എവിടെ ഇരിക്കുന്നു? ഒളിച്ചിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? കർത്താവിലിരിക്കുന്നു. യേശുവിലുണ്ട് ഇത്. ഹല്ലേലൂയ. നമ്മൾ അന്വേഷിച്ച് നടക്കണോ എവിടെയെങ്കിലും? വേണ്ട. എവിടെ ഉണ്ട് ഇതെല്ലാം? യേശുവിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ കർത്താവ് വന്നാൽ, നാം കർത്താവിൽ വസിച്ചാൽ ഈ ജ്ഞാനം നമ്മളിൽ നിറയേണ്ടതല്ലേ? ചോദ്യം കറക്റ്റ് അല്ലേ എൻ്റെ ചോദ്യം? നമ്മൾ യേശുവിലാണ്, യേശു നമ്മളിലാണ്. ഈ ജ്ഞാനം എവിടെ ആയിരിക്കുന്നത് ഇപ്പോൾ? യേശുവിൽ, അല്ലെങ്കിൽ യേശുവാണ് ജ്ഞാനം. ശരിയാണോ? അങ്ങനെ വചനം പറയുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു വചനം കൂടി വായിച്ചേ. 1 കൊരിന്ത്യർ 1:24 ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 1:24.
ആ ആ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. യേശു ആരാണ്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം. യേശു എവിടെ ഉണ്ട്? ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ. നമ്മളിപ്പോൾ എവിടെ ഉണ്ട്? യേശുവിൽ. വി ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ്. ഹല്ലേലൂയ. മനസ്സിലായി? അപ്പോ ഈ ജ്ഞാനം നമ്മളിൽ തന്നെ ഹിഡൻ ആയിട്ടിരിക്കുവാണ്. ഈ നിക്ഷേപം നമ്മൾ തുറന്നിട്ടില്ല. മനസ്സിലായോ? നമുക്ക് ജ്ഞാനം ആവശ്യമാണ്, പക്ഷെ ജ്ഞാനം യേശുവിലുണ്ട് താൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തുറക്കണം. ഓപ്പൺ ഇറ്റ്. ഹല്ലേലൂയ. അതിനെ തുറക്കണം. നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നാൽ നമ്മളത് തുറക്കാതെ വെച്ചിരുന്നാൽ എന്താണെന്ന് ഇങ്ങനെ അറിയും, അല്ലേ? നമ്മളതിനെ തുറക്കണം. തുറന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓ, ദൈവം ഒരു ഗിഫ്റ്റായിട്ട് ഇത് തന്നേക്കുവാ നമ്മുടെ കയ്യിൽ. ഉണ്ടത് ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. ആ വചനം കൂടി നമുക്കൊന്ന് വായിച്ചാലോ? അറിയാമോ അത് എവിടാണ്? യെശയ്യാവിലാണെന്നാണ് തോന്നുന്നത്. യെശയ്യാവ് 11:2 തോന്നുന്നു. ആ, അതെ, എടുത്തോ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവ് എങ്ങനെയുള്ളതാണ്? ജ്ഞാനത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, പിന്നെ ആലോചനയുടെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, പിന്നെ യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിപ്പുണ്ടെന്നേ. പക്ഷെ നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതല്ലേ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കെ ഞാനത് തപ്പി പുറത്തെല്ലാം നടക്കുന്നു? അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഹല്ലേലൂയ. ഓപ്പൺ ചെയ്യാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു സമയത്തെ കണ്ടെത്തണം. ഹല്ലേലൂയ. അങ്ങനെ ആവുമ്പോൾ യേശു നിങ്ങളിൽ നിറയും, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയും. അന്നേരം എന്ത് നിറഞ്ഞു വരും? ജ്ഞാനം നിറയും. ഹല്ലേലൂയ. ജ്ഞാനം നിറയും. ജ്ഞാനം നിങ്ങളിൽ നിറഞ്ഞത് കളയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ജ്ഞാനം ഇല്ലാതെ പറ്റുമോ? സാധാരണ ഒരു സ്കൂളിലുള്ള കാര്യം എടുക്കാം. ഒരു സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് ആ വിഷയത്തിൻ്റെ മേൽ ജ്ഞാനം വേണം. ഹല്ലേലൂയ. അല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പഠിപ്പിക്കാനായിട്ട്? സിലബസ് ഒക്കെ മാറുമ്പോൾ അവർ പോയിരുന്നത് പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിക്കുകയും ടീച്ചേഴ്സിൻ്റെ ഗൈഡ് ഉണ്ട് അവർക്ക്, അത് പ്രിപ്പയർ ചെയ്യുന്നു, അത് പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗൈഡ് ആരാണ്? ഹോളി സ്പിരിറ്റ് ഈസ് അവർ ഗൈഡ്. ഹല്ലേലൂയ. ഹി ഈസ് അവർ ഗൈഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഗൈഡ്. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ മതി. നിങ്ങൾ വിചാരിക്കരുത് അമൃത സിസ്റ്റർ ബൈബിൾ ക്ലാസ്സിലെല്ലാം പോയി പഠിച്ച് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വിചാരിക്കരുത്. പഠിക്കാനൊക്കെ ശ്രമിച്ച ആളാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പരാജയമായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അതുകൊണ്ടൊന്നും വലിയ കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഹിസ്റ്ററിയൊക്കെ എനിക്ക് മനസ്സിലായി, എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. പക്ഷെ അതൊന്നും കൊണ്ട് എനിക്ക് മറ്റൊരാളുടെ ഹൃദയത്തിനകത്ത് കയറി അവരെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അത് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും നമ്മളിൽ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാ നിങ്ങൾക്ക് പകർന്ന് തരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. എങ്ങനെ നമുക്ക് ഈ ദൈവിക ജ്ഞാനത്താൽ നിറയാനായിട്ട് കഴിയും? ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കണം. വായിക്കുന്നവരല്ല, ധ്യാനിക്കുന്നവർ. നമ്മളെല്ലാവരും വായിക്കുന്നവരാണ്. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വായന, എങ്ങനെയാണ് ധ്യാനം. അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഞാനത് വേറൊരു മെസ്സേജിൽ ഞാനിത് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കുണ്ട് ഈ ചാനലിനകത്ത്. അപ്പോൾ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് മുഴുവനുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവുമാണ്. ഹല്ലേലൂയ. ഇതിനകത്തുള്ളത് എന്താണ്? വചനത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശു വചനമാണ്. ശരിയാണ്. വചനം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. അപ്പൊ ഈ രണ്ട് ഗിഫ്റ്റിനെ ജ്ഞാനത്തിന്റെ വചനം എന്നും പരിജ്ഞാനത്തിന്റെ വചനം ഒന്നുമല്ലേ പറയുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്തെല്ലാം ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഇത് ഒരു സ്പോഞ്ചാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു 2 മണി തൊട്ടിരിക്കുവാണ് കേട്ടോ. 2 മണി തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ പോയി ഓടി എടുത്തുകൊണ്ട് വാ. ഇതെന്തിനാണ് മേടിച്ച് വെച്ചതെന്ന് ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ. പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് മേടിച്ചൊന്നുമില്ലേ സാധനം, മേടിച്ചുകൊണ്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു അടുക്കളയിലെങ്ങാനും പാത്രം കഴുകണം ഉദ്ദേശത്തോടെ മേടിച്ചു വെച്ചതാണോ, അടുക്കളയിൽ കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്യാനാണോ, എന്താണെന്ന് അറിയത്തില്ല. ഒരു കവറിൽ ഇതുണ്ടായിരുന്നു. അപ്പം കർത്താവ് പറഞ്ഞു, ഓടിപ്പോയി എടുത്തുണ്ടോ, ഒരു കാര്യം പറഞ്ഞുതരാം. ഹല്ലേലൂയ. അപ്പോൾ ആ കാര്യം ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാൻ പോകണം കേട്ടോ. നമ്മളെല്ലാവരും എങ്ങനെ ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ കഴിയും. കുറച്ച് വെള്ളം നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. ഇവിടെ വെള്ളം എടുക്കുന്നില്ല ഞാൻ. ഈ സ്പോഞ്ചിനെ അതിനകത്തോട്ട് ഞാൻ ഇട്ടു, ഡിപ്പ് ചെയ്തു, ചിരിച്ചെടുത്തു. എന്നിട്ട് ഇതിനെ ഞെക്കി. എന്തോ വരും? വെള്ളം വരും. നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നു. വെള്ളത്തിൽ മുങ്ങുന്നതിനോട് സദൃശ്യപ്പെടുത്തിക്കോണേ. ദൈവസാന്നിധ്യത്തിൽ ഇരുന്നു. നമ്മളെന്ന് ഞെക്കിയാൽ എന്ത് വരും? പിന്നെ എന്ത് വരും? ദൈവസാന്നിധ്യം പുറത്തേക്ക് ഒഴുകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിങ്ങളൊന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾ വാ തുറന്നാൽ ഇതേ വരും. മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ എന്ത് നിറയുന്നോ അതേ പുറത്തേക്ക് വരും. ഇപ്പോൾ ഞാനിത് ആ വെള്ളമില്ലാതെ ഞെക്കിക്കഴിഞ്ഞാൽ വേറെ ഏറെ വരത്തുള്ളൂ. കാരണം ഇതിനകത്തൊന്നുമില്ലെന്ന്. പലരുടെയും ജീവിതം ഇങ്ങനെയുള്ള ഒരു സ്പോഞ്ചാണ്, കാറ്റുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ. ഇതിനകത്തൊന്നുമില്ല. ക്രിസ്ത്യാനിയാണോ? യെസ് യെസ് യെസ്, ഐ എം എ ക്രിസ്ത്യൻ. യേശുവിനെ അറിയാമോ? യെസ്, ഐ നോ ജീസസ്. എന്തറിയാം? ആ ഒരു നിലവാരത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അറിയുക എന്ന് പറഞ്ഞാൽ അറിയേണ്ടതുപോലെ നമ്മൾ കർത്താവിനെ അറിയുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ഇതിനകത്ത് വെള്ളം നിറയുന്ന പോലെ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയും. ഹല്ലേലൂയ. പലതരം വഴികളിലാണ്. ഒന്ന്, അന്യഭാഷകൾ നമ്മൾ സംസാരിക്കുമ്പോൾ. മനസ്സിലായോ? ദൈവത്തിൻ്റെ മിസ്റ്ററീസ് ആണ് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, ദൈവത്തോട് സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ളതാണ്. നമ്മൾ അന്യഭാഷകളിൽ, സ്വർഗീയ ഭാഷകളിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ലഭിക്കുന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വ്യാഖ്യാന വരം കൂടി വർക്ക് ചെയ്താലേ പറ്റും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നതെന്ന് അറിയില്ല. വ്യാഖ്യാന വരം കൂടി നമ്മൾ വർക്ക് ചെയ്യണം. 2, ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നവരായിത്തീരും. അപ്പം ഇതെല്ലാം ചെയ്യണമെങ്കിൽ, എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം നടക്കണം. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുന്നവരായി തീരണം. 40 ദിവസം മോശ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ എന്തോ പറ്റി? ത്വക്ക് പ്രകാശിച്ചു, പുറം അല്ലേ? ഇന്ന് നമ്മുടെ പുറമല്ല പ്രകാശിക്കേണ്ടത്, അകം പ്രകാശിക്കണം. അകത്തെ മനുഷ്യനിൽ ഇത് നിറയണം. പുറത്ത് നോക്കിയാൽ ഈ സ്പോഞ്ചിന് വലിയ മാറ്റമൊന്നും കാണില്ല. കാണുന്ന എപ്പോഴാ? ഇവ ഒന്ന് വാ തുറക്കണം അല്ലേ? ഇവനൊരു തട്ട് കിട്ടണം, ഒരു മുട്ട് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇത് നിറയാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരുന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം നാം അറിയാതെ നമ്മിലൂടെ പുറത്തേക്ക് വരുന്നു. നമ്മൾ വാക്കുകൾ പറയുമ്പോൾ അതിൽ മുഴുവനും ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ജ്ഞാനവും കവർ ചെയ്യപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. കാരണം എന്താ? നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതാണ്. അത് മാത്രമേ വരാനായിട്ട് സാധ്യമാവുകയുള്ളൂ. എന്തുകൊണ്ട് ഒത്തിരി പേരൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു? അവരുടെ ഹൃദയത്തിൽ അതായതുകൊണ്ടാണ്. ഹൃദയത്തിൽ എന്താണോ അതാണ് അതരം സംസാരിക്കുന്നത്. ഒത്തിരി ടെൻഷനും ഭാരമൊക്കെ ഉള്ളവർ സംസാരിക്കുമ്പോൾ എന്തോ പറ്റും? അതല്ലേ പറയുന്നത്? അവരുടെ ടെൻഷൻ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ഇതാണ് പറയുന്നത്. ഞാൻ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതുണ്ടായപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ഞാൻ ആരാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ എങ്ങനെ സ്വർഗത്തിലായിരിക്കുന്നു അതുപോലെ നിന്നെ ഞാൻ ഭൂമിയിലാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ സ്വർഗത്തിലായിരിക്കുന്നു അതുപോലെ ഭൂമിയിലാക്കിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കാണുന്നില്ല. കർത്താവ് സ്വർഗത്തിലായിരിക്കും പോലെയാണോ ഞാൻ ഭൂമിയിലിരിക്കുന്നത്? എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത്.
അങ്ങനെ ആണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അങ്ങനെ ആയിരിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കത്തില്ലല്ലോ. നമ്മൾ തോമസ് ലീഹയുടെ ആൾക്കാരാണെന്നൊന്ന് കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, അല്ലേ? തോമസ് പറഞ്ഞ പോലെ ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ കർത്താവേ, ഇതെങ്ങനെ വിശ്വസിക്കും? കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഇത് വിശ്വാസത്താലുള്ള ജീവിതമാണ് ദൈവരാജ്യത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അല്ലെ, കർത്താവ് അതുപോലെ അധികാരത്തിൽ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ ജ്ഞാനത്താൽ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ എങ്ങനെ നടക്കണം? അതേ അധികാരത്തിൽ നടക്കണം, അതേ അതോറിറ്റിയിൽ നടക്കണം. ദൈവം എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ദൈവം ആയിരിക്കുന്ന പോലെ ഞാൻ ആയിരിക്കണം. എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വിശുദ്ധരാണ്. വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നവരാണ്. ഒരു മോശമായ വാക്കിന്റെ അതിർത്തിലൂടെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ദൈവമായിരിക്കുന്ന പോലെയല്ലേ കർത്താവ് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നേ, കർത്താവ് സ്വർഗത്തിലായിരിക്കുന്ന പോലെ. അപ്പൊ ഞാനൊരു മോശം വാക്ക് പറഞ്ഞാലോ പ്രശ്നമായില്ലേ? ഹല്ലേലൂയ. പറയാൻ പറ്റത്തില്ല. നോക്കിയേ പറയൂ, ചിന്തിച്ചേ തീരുമാനിക്കൂ. എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെ നമുക്കൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ആലോചന അനുസരിച്ചേ നമുക്ക് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റൂ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. ദൈവം പറയുന്നത് കേൾക്കുക, ദൈവം ചെയ്യുന്നത് കാണുക. ഹല്ലേലൂയ. നമ്മുടെ ആത്മമണ്ഡലത്തിൽ നമ്മൾ എത്രയോ ഉയരങ്ങളിലേക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഫ്രാഗ്രൻസ് ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സൗരഭ്യ വാസനയാണ് ഞാൻ. അതെവിടെ പറയുന്നു വചനം? അറിയാമോ എവിടാണെന്ന്? കൊരിന്ത്യറിലാണോ? നോക്കിയാലോ. 2 കൊരിന്ത്യറാണെന്ന് തോന്നുന്നു. 2 കൊരിന്ത്യർ നോക്കിക്കേ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം നോക്കിക്കേ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14. വായിച്ചു. മരണത്തിലേക്കുള്ള വാസന ക്രിസ്തുവിൽ. അതുകൊണ്ട് വായിച്ചോ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന. എന്താണെന്ന്? പരിജ്ഞാനത്തിന്റെ വാസന. ഞാനെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രാഗ്രൻസ് ആണല്ലേ, ഒരു വാസനയാണ്, ഒരു സുഗന്ധമാണ് ദൈവത്തിന്റെ. ശരിയല്ലേ? അപ്പൊ എന്നിൽ ആ സുഗന്ധം നിറയണം ആദ്യം, വേണ്ടേ? ഈ പരിജ്ഞാനം, ജ്ഞാനം ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സൗരഭ്യ വാസനയായി മാറുന്നു. നമ്മുടെ വാ തുറന്നാൽ ദൈവത്തിന്റെ സൗരഭ്യം വരും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊരു ദേശത്ത് പോയാൽ അവിടെ മൊത്തം നമ്മുടെ ഫ്രാഗ്രൻസ് വ്യാപരിക്കണം. ഏത് ഫ്രാഗ്രൻസ്? ദൈവത്തിന്റെ ജ്ഞാനം, പരിജ്ഞാനം ഇതെല്ലാം നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന കൊണ്ട് അവിടെ നമ്മുടെ ഫ്രാഗ്രൻസ് വ്യാപരിക്കണം. അപ്പൊ ദുഷ്ടന്റെ ഫ്രാഗ്രൻസ് അവിടെ നിന്ന് മാറിപ്പോണം. നമ്മൾ ഈ സ്മെല്ലുള്ളൊക്കെ മുറിയിൽ റൂം ഫ്രഷറൊക്കെ അടിക്കാറില്ലേ? എന്തിനാണ്? സ്മെല്ല് മാറാൻ. അത് തന്നെ, കറക്റ്റ്. അപ്പോൾ സ്മെല്ല് മാറണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? റൂം ഫ്രഷ്നർ അപ്ലൈ ചെയ്തു. നമ്മളാകുന്ന വാസന ഒരു ദേശത്തുണ്ടെങ്കിൽ പിശാചിന്റെ സ്മെല്ല് വേണോ? ബാഡ് സ്മെൽ വേണ്ട. അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അവന്റെ സ്മെല്ല് മാറ്റാൻ നമുക്ക് കഴിയില്ലേ? കഴിയും, കഴിയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് കഴിയണം. ഞാനൊരു ബോട്ടിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോ പറഞ്ഞതിന്റെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുതരാം. ഇതാണ്ടോ, ഇതൊരു ബോട്ടിലാണ്, സ്പ്രേ ബോട്ടിൽ കേട്ടോ. ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അറബിയാണെന്ന് തോന്നുന്നു. ശരിയാണ്. സ്തോത്രം. അപ്പൊ ഇതൊരു സഹോദരി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിനാണ് ഇത് ഉപകാരപ്പെടുന്നത്. എനിക്കറിയാം കർത്താവ് എന്തെങ്കിലും എൻ്റെ കയ്യിൽ തന്നാൽ ഇത് ഉപകാരപ്പെടും. ഹല്ലേലൂയ. ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്ന് അറിയാത്തത് കൊണ്ട് ഉപയോഗിക്കാനും പറ്റുന്നില്ല. ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുവാണ്. ഹല്ലേലൂയ. എന്തായാലും ഒരു ആവശ്യത്തിന് ഇത് ഉപകാരപ്പെട്ടു. ഹല്ലേലൂയ. നല്ല സ്നേഹത്തോടെ തന്നതാണ് കേട്ടോ. സ്നേഹത്തോടെ ആരെന്ത് തന്നാലും ഞാൻ മേടിക്കും. കാരണം കർത്താവാണ് എൻ്റെ കയ്യിൽ തരുന്നത്. ഞാൻ മേടിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഇല്ല. ഹല്ലേലൂയ. ഞാനൊരു വാസന ആയതുകൊണ്ട് ഈ വാസന വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാനിത് തുറന്ന് ഇതിനകത്തൊന്ന് ഞെക്കിയാൽ ഇതിനകത്തുള്ള ഈ ഫ്രാഗ്രൻസ് ഇവിടെ മൊത്തം വ്യാപരിക്കും. അപ്പം ഞാൻ ഞെക്കുന്നില്ല, കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ
ഞാൻ ഇതൊന്ന് ഞെക്കിയാൽ അതിനകത്തുള്ളത് വരും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പറയട്ടെ, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന നാറ്റം വരുമോ, ഫ്രാഗ്രൻസ് വരുമോ? ഞാൻ ചോദിക്കട്ടെ. ആ, എന്താണ് ഇരിക്കുന്നത് അതേ വരും. ചില ആൾക്കാരുടെയൊക്കെ വീട്ടിൽ നമ്മൾ അറിയാതെ പോയി നിൽക്കണം. അറിയാതെ പോകണം, അവരറിഞ്ഞിട്ട് പോകണം. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ശരിക്കും എന്താണ് അവരുടെ ഉള്ളിലുള്ളത്. ഞാൻ ഇത് കളിയാക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും നമ്മുടെ അകം മാറിയിട്ടില്ല. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെതായിട്ടുള്ളത് ഒന്നും നമ്മിലേക്ക് വരുന്നില്ല. ആ റൂട്ട് അടഞ്ഞിരിക്കുക. മനസ്സിലായി? ആ വഴി ബ്ലോക്കായിരിക്കുക. ഒന്നിലും പിശാച് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഏതായാലും ഇന്നിത് മാറ്റിയേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ വാസന എന്നിലേക്ക് വരുന്നില്ല? ഞാൻ ഇന്നും ഒരു ബാഡ് സ്മെല്ലായിട്ടിരിക്കേണ്ട ആളാണോ? അല്ല. അനേകർക്ക് ഞാനൊരു വാസനയായി തീരേണ്ട ആളാണ്. പക്ഷെ പിശാച് എന്നെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു. പ്രതിസന്ധികൾ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കളയുന്നു. രോഗങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കളയുന്നു. അതിനെ വചനം കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പിശാച് അടച്ചു കളയും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഒരിക്കല് ഒരു ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. നന്നായിട്ട് അവർ ഉറങ്ങുന്നുണ്ട്. നല്ല ആരാധനയാണ്, നല്ല ശബ്ദമാണ് കേട്ടോ. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശുശ്രൂഷിച്ച ദേവദാസന്റെ മകളുടെ കണ്ണ് പെട്ടെന്ന് തുറക്കപ്പെട്ടു ആത്മമണ്ഡലത്തിൽ. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡീമോണിക് സ്പിരിറ്റ്സുകൾ വന്നിട്ട് ചിലരുടെ കണ്ണ് അടച്ചു പിടിച്ചിരിക്കുന്നു, ചിലരുടെ ചെവി അടച്ചു പിടിച്ചിരിക്കുന്നു. സത്യമാണ് കേട്ടോ. കണ്ണ് തുറന്ന് കണ്ടതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ അവർ വന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് വചനം ശ്രദ്ധിക്കാൻ പറ്റില്ല. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, സത്യമാണ്. മുമ്പ് കാലത്തൊക്കെ ഞാൻ CSC ചർച്ചിൽ പോകുമ്പോൾ ഞാൻ കളിയാക്കുന്നതൊന്നുമല്ല, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകും. അങ്ങനെ വചനം പറയുന്നു, ആശീർവാദം കേൾക്കുമ്പോൾ ചാടി എഴുന്നിട്ട് പോകും. ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നതല്ല, ദാഹം കൊണ്ട് പോകുന്ന, പക്ഷെ ഉറങ്ങിപ്പോവും. കാരണം ഇവന്റെ ചങ്ങലയ്ക്കകത്ത് കിടക്കുക. അപ്പോൾ ഉറക്കം വരുമ്പോൾ എന്ത് പറയണം? യേശുവിന്റെ നാമത്തിൽ ഉറക്കം കൊണ്ടുവരുന്ന, ക്ഷീണം കൊണ്ടുവരുന്ന, പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ സ്പിരിറ്റുകളോടും യേശുവിന്റെ നാമത്തിൽ എന്നെ വിടുവാൻ ഞാൻ കൽപ്പിക്കുന്നു. കമാൻഡ് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ്. ഹല്ലേലൂയ. അത് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഉറക്കം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കമാൻഡ് ചെയ്യാൻ പഠിപ്പിച്ചു. വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ കമാൻഡ് ചെയ്ത് നീക്കാൻ പഠിപ്പിച്ചു കർത്താവിനെ. അപ്പൊ എന്ത് ചെയ്തു? ഓരോ പ്രാവശ്യവും വചനം കേൾക്കാനിരിക്കുമ്പോൾ ഉറക്കം കൊണ്ടുവന്നാൽ അന്നേരം ഞാൻ ശാസിക്കും. ഹല്ലേലൂയ. അങ്ങനെ ശാസിച്ച് നമ്മൾ മുന്നോട്ട് കയറണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങത്തില്ലേ? എന്തുകൊണ്ടാണ്? ഒത്തിരി ജോലി നമുക്കില്ല, ഇല്ലെന്ന് ആര് പറയുന്നു? നമുക്ക് ഒത്തിരി ജോലിയുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മളൊന്ന് ഫ്രഷായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ക്ഷീണത്താൽ നമ്മൾ ഉറങ്ങിപ്പോകാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? അതിനെ അതിജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കും. എഴുന്നേറ്റ് നടന്നാലും ഉറങ്ങുമോ? ഇനി അങ്ങനെയുള്ളവരുണ്ട്, നിന്നുറങ്ങിക്കളയും. നിന്നാലും ഉറങ്ങിപ്പോകുന്നവര്. അതെല്ലാം പിശാചിന്റെ കള്ളത്തരമൊന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഉറങ്ങണം വേണ്ട. നമ്മുടെ ശരീരത്തിന് കുറച്ചൊരു റെസ്റ്റ് വേണം. അത് 2-3 മണിക്കൂർ രാത്രി ഒന്ന് റെസ്റ്റ് കൊടുത്താൽ മതി. അധികം ഒന്നും ഉറങ്ങേണ്ട ആവശ്യമില്ല. ബാക്കി കർത്താവ് നമുക്ക് ശക്തി തരും. ഹല്ലേലൂയ. ഇപ്പോൾ 12 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. അവർ ഉറങ്ങിക്കോട്ടെന്ന്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യുക. ഉറങ്ങുന്നത് നമുക്ക് അതൊന്നുമല്ല നമ്മുടെ വലിയ കാര്യം. ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സിസ്റ്റർ 12 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. 12 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ഇരിക്കണം. നേരത്തെ ഉറക്കം വരുന്നെങ്കിൽ ഇച്ചിരി നേരത്തെ നിങ്ങളൊന്ന് കിടക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയാം, നമ്മൾ കിടക്കുന്ന താമസവും. എനിക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ എനിക്ക് അറിയാനുള്ള ഒരു കുടുംബമുണ്ട്. ആ സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ സിസ്റ്ററൊക്കെ കിടക്കുന്ന എനിക്ക് 12 മണി കഴിയും അവർ കിടക്കുന്നത്. കാരണം ഓരോ കാറുകൾ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ 8 മണിയാവും. പിന്നെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടക്കുമ്പോൾ എന്ത് ചെയ്യും? 12 മണി ഓട്ടോമാറ്റിക്കലി ആയിപ്പോകുന്നു. പിന്നെ അവരെപ്പോൾ എണീക്കും? എപ്പോൾ പ്രാർത്ഥിക്കും? സമയം കിട്ടുന്നില്ലെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്രമീകരിക്കണം സമയത്തെ. ഹല്ലേലൂയ. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക.
ഓക്കെ, നിങ്ങൾ കിടക്കുന്നത് താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കുക. ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോകാനായിട്ട് നോക്കുക. ഷോപ്പിൽ വന്നാൽ കഴിച്ചാൽ മതിയല്ലോ. ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളെല്ലാം ക്രമീകരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, 10 മണിക്ക് മുമ്പേ നമുക്ക് പ്രാർത്ഥിച്ച് കിടക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, രാവിലെ ഉണരാം. രാവിലെ പുലർക്കാലം നിങ്ങൾ ഉണരണം. ഹല്ലേലൂയ. രാവിലെ സമയം ഉണർന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് കിടന്നാൽ അലാറം നിങ്ങൾ വെക്കണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് എഴുന്നേൽക്കണം, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ഞാൻ പറയാറുണ്ട് അപ്പനോട്, കർത്താവേ എഴുന്നേൽക്കണം. അലാറം വെച്ചാലൊന്നും ഞാൻ എഴുന്നേൽക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ അതിനെ കുത്തി ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങിക്കളയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയും, അപ്പാ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ചില സമയത്ത് ഞാൻ എഴുന്നേറ്റാലും പരിശുദ്ധാത്മാവ് വിളിച്ചാലും ഒന്ന് തിരിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കിടന്നിട്ട്, അങ്ങനെ ചിന്തിക്കില്ലേ നമ്മൾ, ക്ഷീണം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കിടന്നിട്ട് എഴുന്നേക്കാം നമ്മൾ തിരിഞ്ഞ് കിടക്കുമ്പോൾ ഷോക്ക് അടിക്കും ശരീരത്തിൽ. ഷോക്ക് അടിച്ചാൽ ചാടി നിങ്ങൾ എഴുന്നേക്കില്ലേ, ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ. കർത്താവിന് അങ്ങനെയൊക്കെയുള്ള പരിപാടി അറിയാം, നിങ്ങളെ എഴുന്നേൽപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് വേണം. ക്ഷീണം കൊണ്ട് നമ്മൾ കിടക്കും, അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. വന്നിരിക്കാൻ. കാരണം കർത്താവിനെ പഠിപ്പിക്കണം. കർത്താവ് എന്നെ പഠിപ്പിച്ചാലേ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ അമൃത സിസ്റ്ററിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ഒന്നുമില്ല. കർത്താവ് പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അതിരാവിലെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരിക്കണം. അപ്പാ എന്നെ അങ്ങ് പഠിപ്പിക്കണം, എന്നോടങ്ങ് സംസാരിക്കണം, ദൈവിക ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണം. എൻ്റെ മുന്നിലുള്ള സ്ട്രഗിളുകൾ എങ്ങനെയാണ് ഞാൻ കടന്നു പോകേണ്ടത് അറിയുന്നില്ല. ദൈവിക ജ്ഞാനം വർക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, എന്താ നിങ്ങളുടെ പ്രതിസന്ധി, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്ക്. ഒരു കർത്താവിനോട് ചോദിക്ക്, അപ്പാ ഇതെങ്ങനെ ഞാൻ പരിഹരിക്കണം, ഇതെങ്ങനെ ഞാൻ പരിഹരിക്കണം, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജ്ഞാനം തരും നിങ്ങൾക്ക്. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ഒരു കടമുള്ള വ്യക്തി എങ്ങനെ കടം തീർക്കും? കടത്തിൽ അകപ്പെട്ടു പോയെന്ന് വെക്കുക, എങ്ങനെ തീർക്കും? അറിയത്തില്ല എങ്ങനെ തീർക്കണമെന്ന്. ദൈവത്തിന്റെ സഹായം ചോദിക്കാം. എങ്ങനെ കർത്താവെ തീർക്കേണ്ടത്? ഞാനൊരു വ്യക്തിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, കടമുണ്ടെങ്കിൽ ആദ്യം ലിസ്റ്റ് ചെയ്ത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളതെന്ന് എഴുതുക. 2, വായ്പ ഇനി വാങ്ങരുതെന്ന് തീരുമാനമെടുക്കുക. കർത്താവ് പറഞ്ഞെന്ന കാര്യം കേട്ടോ. വായ്പ ഇനി വാങ്ങരുത്, ഇതുവരെ നീ വാങ്ങി, സ്റ്റോപ്പ്. ഒരു കാശ് കൊടുക്കാൻ നീ അടുത്ത ആളുടെ നിന്ന് വാങ്ങി, അടുത്തത് കൊടുക്കാൻ നീ അടുത്ത ആളുടെ നിന്ന് വാങ്ങി, പലിശ, കൂട്ടുപലിശ, അതിന്റെ പലിശ നീ മുങ്ങി. ഇതുവരെ നീ വാങ്ങി, ഇനി ഒന്നും വാങ്ങരുത്. മാസം നിന്റെ ചെലവ് വരവ് എഴുതുക. ഹല്ലേലൂയ. കടം തീർക്കാനുള്ള കർത്താവ് പറഞ്ഞു തന്ന ദൈവത്തിന്റെ ജ്ഞാനോ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വരവ് ചെലവ് കണക്കെഴുതുക. നിനക്ക് എത്ര രൂപ വരവുണ്ട്, ചെലവ് എത്ര, വരവിനനുസരിച്ചാണോ ചെലവ്, കൂടുതലാണോ, ഫൈൻഡ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? വരവിനകത്ത് ചെലവ് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ന്യൂസ് പേപ്പർ വായിക്കാറില്ല, സത്യമായിട്ട് എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല. TV ന്യൂസ് കാണാറില്ല, കാരണം അതിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മോട്ടിവേഷണൽ സ്പീച്ചുകൾ കേൾക്കാറില്ല. എൻ്റെ മോട്ടിവേഷൻ എൻ്റെ ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2-3 കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ വരവും ചെലവും തമ്മിൽ കമ്പയർ ചെയ്യണം. അതിനകത്ത് നിൽക്കുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും ബാക്കി പിടിക്കാനായി ശ്രമിക്കണം. ഓരോ മാസവും കടം തീർക്കാനായിട്ട് നിന്റെ വരുമാനത്തിൽ നിന്ന് തീരുമാനിക്കണം. കടം കൂട്ടാനല്ല, കടം തീർക്കാൻ. അങ്ങനെ ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വാതിൽ തുറക്കും. ഹല്ലേലൂയ. ഇത്രയും നീ ചെയ്യുമ്പോൾ നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, തീർക്കാനുള്ള വാതില് അടുത്ത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ കടം തീർത്തു വരുന്ന ആൾക്കാരുണ്ടിപ്പോൾ. കർത്താവ് പറഞ്ഞു കൊടുത്തിട്ട്, ഹല്ലേലൂയ, എല്ലാറ്റിനും ദൈവത്തിന്റെ കയ്യിൽ പോംവഴികളുണ്ട്. എല്ലാറ്റിനും. ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതെ വലഞ്ഞു. മോശയ്ക്ക് ഒരു വചനം റിലീസ് ചെയ്തു, പാറയോട് കൽപ്പിക്കുക. വെള്ളം കയ്പ, സൊല്യൂഷൻ അവിടെ നിൽക്കുക. മരത്തിന്റെ ചില്ല ഇട്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം? കടലാണോ? നീ ചെയ്യേണ്ട കാര്യം ഇതാണ്. വിശ്വാസത്തോടെ ആ വടി നീട്ട്.
നമ്മൾ ഒന്നും കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ആലയം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കർത്താവിനോട് പറഞ്ഞു, അപ്പാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെയാ പണിയണ്ടേ? അന്നേരം ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ആസ്ക് ഗോഡ്, ഹി വിൽ ഷോ യു എ വിഷൻ. ഓക്കെ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു വിഷൻ കാണിച്ചു. ഷീറ്റ് ഇട്ട് ഇന്ന രീതിയിൽ ഇവിടെ പണിയണം ദൈവം കാണിച്ചു. ഞാൻ ആ ഷീറ്റ് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷീറ്റാണ്. ഞാൻ ഇവിടെ എല്ലാം ഷീറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നോക്കിയിട്ടും ആ ഷീറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഗൂഗിളിൽ തപ്പി, കാരണം ഗൂഗിളിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ. കാരണം കർത്താവ് എന്നെ ദർശനത്തിൽ കാണിച്ച ഷീറ്റ് തപ്പി. ഹല്ലേലൂയ. അപ്പം ഞാനത് കണ്ടുപിടിച്ചു. ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു തരം ഷീറ്റ്, ഒരു ഓടിൻ്റെ ടൈപ്പിലിരിക്കുന്നത്. ശരിക്കും ഒരു ഷീറ്റാണ്, പക്ഷെ ശരിക്കും ഓട് പോലെ അത് തോന്നും. നല്ല നീളത്തിലുള്ള ഓടിൻ്റെ ഒരു ഡിസൈൻ, കളർ, ഇതെല്ലാം കർത്താവ് എന്നെ കാണിച്ചു. നീ ഈ കളർ ഷീറ്റ് കൊണ്ട് എങ്ങനെ പണിയണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? ഓ കർത്താവേ, സോഴ്സ് ഞാൻ എത്തിക്കാം. ഹല്ലേലൂയ. സിസ്റ്റർ അമൃതയുടെ കയ്യിൽ നത്തിങ്, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ 1 സെന്റ് വസ്തു പോലും ഇല്ലെന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വീടോ, അത് ബാങ്കിൻ്റെ കയ്യിലിരിക്കും, അതവരെ വെച്ചോട്ടെന്നേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ ആരാധന നടക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എനിക്കൊന്നിനെ പറ്റിയും ഒരാകുലതയില്ല. ഐ എം ഫ്രീ. ഹല്ലേലൂയ, ഞാൻ ഫ്രീയാ. കർത്താവ് അത് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുമല്ലോ. കർത്താവ് വഴികൾ തുറന്നു കൊണ്ടുവരും. ദൈവം എന്നെ കാണിക്കുക, ഇന്നത് ചെയ്യണം, ഇനി ടൈൽസ് ഏത് കളർ ചെയ്യണം, തറ ഏത് കളറിൽ ഇടണം, അത് ദൈവം കാണിക്കുവാണ്. നീ ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെൻഷനില്ല. കർത്താവിനോട് ചോദിച്ചാൽ മതി, ദൈവം അത് കാണിക്കും. ഹല്ലേലൂയ. എത്ര ദിവസം കൊണ്ട് ചെയ്യണം, എന്നത്തേക്ക് നിനക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും, ഇതെല്ലാം കർത്താവ് പറയും. ഹല്ലേലൂയ. ദൈവം എത്രയോ വിശ്വസ്തന. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിന് വേണ്ടി ഇറങ്ങുന്നെങ്കിൽ, ഒരു സിമ്പിൾ കാര്യമാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട് ഇറങ്ങുന്നെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസിൻ്റെ ദൈവം തരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ എവിടാ ഞാൻ സുവിശേഷം പറയേണ്ടത്, ആരോടാ പറയേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ എൻ്റെ വിളി, എന്താ എൻ്റെ തിരഞ്ഞെടുപ്പ്, എന്താ എൻ്റെ തലമുറമേലുള്ള പദ്ധതി, ഗോഡ് വിൽ റിവീൽ എവറിത്തിങ് ഫോർ യു. ഹല്ലേലൂയ. എല്ലാം ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങൾ ഒരിടത്തും ഓടണ്ട, കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ. അപ്പാ എനിക്ക് കാണിച്ചു തന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. യാക്കോബ് എന്ത് പറഞ്ഞു? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. കർത്താവേ, ഇത് വെളിപ്പെടുത്തി തരാതെ ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല. ഈ ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അങ്ങത് എനിക്ക് തരാതെ ഞാൻ എങ്ങനെ പിശാചിനെ തോൽപ്പിച്ച് ഈ ലോകത്ത് നല്ലൊരു ജീവിതം നയിക്കും? പറ്റുമോ? ഹല്ലേലൂയ. ഇല്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അല്ലാതെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ഒരിക്കൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. ഒരു ബിസിനസ്സിൽ ഒരു സഹോദരൻ ഏർപ്പെട്ടു. ഗോൾഡിൻ്റെ ബിസിനസ്സാണ്. ഇതൊക്കെ ലൈവിൽ പോകുന്നുണ്ട്, ഓപ്പണായിട്ടൊക്കെ പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അന്നേരം ഒത്തിരി നഷ്ടം വന്നു പെട്ടെന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു, ഒരു സീസൺ വരെ നീ വെയിറ്റ് ചെയ്യണം, വേണ്ടാത്തൊന്നിനും ചെന്ന് പെടരുത്, ഞാനിതെല്ലാം റീസ്റ്റോർ ചെയ്ത് തരും. ഓക്കെ, കർത്താവ് പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ വചനം റിലീസ് ചെയ്യും. പക്ഷേ ആ മനുഷ്യൻ ഒരു എളുപ്പ വഴി നോക്കി. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സാത്താൻ സേവ ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ ചാത്തൻ എന്നൊക്കെ പറയും, നിങ്ങൾക്കറിയാമോ ഈ കുട്ടിച്ചാത്തനൊക്കെ? അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്, നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പണം ഇങ്ങ് വരും. എന്ത്? പണം വന്നോളൂ, ഈ ചാത്തനെ പിടിച്ച് നീ ഇരുത്തിയാൽ മതി. ഓക്കെ, അവിടെ പോയി ഇയാളത് പോയി കണ്ടു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഓക്കെ, അയാളുമായിട്ട് കൂട്ടുപിടിച്ചു. ഒരു പാർട്ട്ണറെ സാത്താൻ സേവ ചെയ്യുന്ന, സാത്താനല്ല ചാത്തൻ, അതാ കറക്റ്റ്, ചാത്തൻ എന്ന് പറയും. ഈ സേവ ചെയ്യുന്ന ഒരാളുമായിട്ട് പാർട്ട്ണർഷിപ്പിലൊക്കെ ഏർപ്പെട്ടു. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം പൊളിഞ്ഞു, ഫുൾ കടക്കാരനായിട്ടങ്ങ് മാറി. കാരണം എന്താണ്? അരുതാത്ത കാര്യത്തിന് പോയി. നീ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം ചോദിക്കാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കാശ് കിട്ടും എന്ന് പറഞ്ഞ് ദൈവഹിതമല്ലാത്ത ഒന്ന് സഹോദരങ്ങളെ നമ്മൾ പോയി ചെയ്താൽ മുഴുവനും പൊളിഞ്ഞു പോകും നമ്മുടെ ജീവിതം. മനസ്സിലായോ? ദൈവഹിതത്തിന് വിരോധമായി
നിങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് നോക്കരുത്. അല്പസമയം ചിലപ്പോൾ ഭയങ്കര ലാഭമാണെന്നൊക്കെ നമുക്ക് തോന്നും. അവിടെ പോയി ഇത് ചെയ്താൽ മതി, അവിടെ പോയി ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ വിട്ട് എവിടെ പോയാലും അവിടെ എല്ലാം നഷ്ടങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. പിന്നീട് ആ സഹോദരന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സ്റ്റോപ്പ്, അവൻ ആദ്യം എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ അതുപോലെ പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധിയിൽ മടങ്ങി വാ, കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരില്ല അല്ലാതെ. നമ്മൾ എന്നാ ചെയ്യാൻ നോക്കിയാലും അദ്ദേഹം തിരിച്ചു വരണം ദൈവത്തിൻ്റെ അടുക്കലേക്ക്, എന്നാൽ മാത്രമേ ഒരു ഉത്തരം ഒന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പം അതുപോലെ എന്ത് കാര്യത്തിനോ ആയിക്കോട്ടെ, ഏത് വിഷയത്തിനാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവം എപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, തോൽപ്പിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, ഞാൻ ദൈവത്തിൻ്റെ ഫ്രാഗ്രൻസ് ആയി മാറും. ഹല്ലേലൂയ. ചിലർക്ക് അത് ജീവനിലേക്കുള്ള വാസനയായി തീരട്ടെ, ചിലർക്കത് നാശത്തിലേക്കുള്ള വാസനയായിരിക്കാം. ആയിക്കോട്ടെന്നേ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്, ഞാൻ ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയാണ്. ഹല്ലേലൂയ. ഐ ആം ഹിസ് ഫ്രാഗ്രൻസ്. ഹല്ലേലൂയ. ഞാൻ എവിടെ പോയാലും ആ വാസന എന്നിൽ നിന്ന് പരക്കണം. ഹല്ലേലൂയ. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ വാസന പരക്കട്ടെ. ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ വാസന പരക്കട്ടെ. മനസ്സിലായോ? ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തിയാൽ അവിടെ ദൈവത്തിൻ്റെ വാസന പരക്കട്ടെ. ഒരു ചെറിയ കടയാണെങ്കിൽ പോലും അവിടെ എൻ്റെ ദൈവത്തിൻ്റെ വാസന പരക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാനായി കഴിയും. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഇനി തിരിച്ചു പറയണം. ഇനി തിരിച്ചു പറഞ്ഞോളൂ, നിങ്ങൾക്കുള്ള സമയമാണ്. എന്ത് കാര്യമാണ് ഇത്രയും സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? ദൈവിക ജ്ഞാനത്താലും പരിജ്ഞാനത്താലും നിറയണമെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോടു കൂടെ നടക്കണം. അത് പ്രാപിച്ച് എവിടെയും നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസനയായി വിളങ്ങണം. ഹല്ലേലൂയ. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. വചന ധ്യാനം വഴി, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നത് വഴി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഗിഫ്റ്റിനെ പുറത്തേക്ക് എടുക്കാനായി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഇതില്ലാതെ പറ്റില്ലെന്ന. ഡെയിലി ലൈഫിൽ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാതെ പറ്റില്ല. കാരണം പിശാച് എവിടെ ചതിയിട്ട് നമ്മളെ കുടുക്കി താഴെ ഇടാമെന്ന് പറഞ്ഞ് നടക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ചായയല്ല, ന്യൂസ് പേപ്പർ അല്ല, ടി വിയിലെ ന്യൂസ് അല്ല. എന്ത് വേണം? ജ്ഞാനം പ്രാപിക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അന്നത്തെ ദിവസത്തിന് വേണ്ട ജ്ഞാനം പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിയാൽ അന്ന് വരാൻ ഏതെല്ലാം വിഷയങ്ങളുണ്ടെന്ന് മുൻകൂട്ടി അറിയാവുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് നിറച്ചിട്ടേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ പ്രതിസന്ധിയും ചാടിക്കടക്കുന്നവരായി തീരും. ദാവീദ് പറയുന്ന പോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? നിന്റെ ആലയത്തിൽ വസിപ്പാൻ എന്നേക്കും ആഗ്രഹിച്ച ദാവീദ്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ ഇരുന്ന മനുഷ്യൻ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് കഴിയും സഹോദരങ്ങളെ. ഹല്ലേലൂയ. സ്തോത്രം. ആ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിച്ചാട്ടെ, ആ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടന്നാട്ടെ. എല്ലാവരുടെ ഇടയിലും ഒരു വെളിച്ചം പരത്തുന്ന ഒരാളായിട്ട് നിങ്ങൾ തീര്. ഹല്ലേലൂയ. എല്ലാവരും അറിയട്ടെ നിങ്ങളിൽ വാസന ഉണ്ടെന്ന്. ഹല്ലേലൂയ. എല്ലാവരും അറിയട്ടെ നിങ്ങളിൽ ഇങ്ങനെ ഒരു വാസന ഉണ്ടെന്ന്. ക്രിസ്തുവാകുന്ന സൗരഭ്യ വാസന നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാമോ? ഇപ്പോൾ ആരെല്ലാമാണോ ദൈവിക ജ്ഞാനത്താൽ നിറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതെല്ലാവർക്കും ദൈവം തരും. ഹല്ലേലൂയ. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇപ്പോൾ ആരെല്ലാമാണോ യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ. ആരെല്ലാമാണോ ഇപ്പോൾ ഈ 2 ഗിഫ്റ്റുകൾക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത്, വേർഡ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം കർത്താവെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അവരെ തൊടണം. ദൈവിക ജ്ഞാനം അവരിലേക്ക് റിലീസ് ആവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ.
യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമേ, ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമേ. ഈ നാളുകളിൽ പ്രാർത്ഥനാ മുറികളിൽ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ കർത്താവേ ചില വെളിപ്പാടുകൾ പ്രിയ മക്കൾ പ്രാപിക്കുന്നവരായി തീരണം. അവർ വെറുതെ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് വെറുതെ മടങ്ങി പോകുന്നവരായിട്ടല്ല, നിറച്ചൊരു നിറവോടെ അപ്പനയക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയാൽ അങ്ങ് നിറയ്ക്കണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവന്റെ അത്ഭുതകരം ഓരോ മക്കളെയും ഇപ്പോൾ തൊടുന്നതിനായി സ്തോത്രം, ഓരോ മക്കളെയും തൊടുന്നതിനായി സ്തോത്രം. ഈ ഗിഫ്റ്റിനാലെ കർത്താവ് അവരെ നിറയ്ക്കണമേ കർത്താവേ. അവരുടെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ചില കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ സൗരഭ്യവാസനയായി അവർ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ കർത്താവേ. ദേഹി ആത്മമണ്ഡലങ്ങളിൽ ഇട്ടിരിക്കുന്ന പിശാചിന്റെ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറട്ടെ കർത്താവേ. ദൈവവുമായി അടുക്കാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ ദുഷ്ടൻ ഇട്ടിരിക്കുന്ന നുകങ്ങൾ ഒടിയട്ടെ. In the name of Jesus I pray. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി സ്തോത്രം. സകലവും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ഇപ്പോൾ ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനത്തെ പകരണമപ്പ. പ്രാർത്ഥിച്ചാട്ടെ സഹോദരങ്ങളെ, ദൈവിക ജ്ഞാനത്തെ പകരണമപ്പ. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനത്താൽ നിറയ്ക്കണമേ. അതെല്ലാം ഈ നാളിൽ ഞങ്ങളിലൂടെ ഒഴുകണമേ. ഞങ്ങളുടെ ജ്ഞാനം കർത്താവേ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങ് ഞങ്ങളിലൂടെ നിറഞ്ഞ് കർത്താവെ അത് ഉപകാരപ്പെടുമാറാകട്ടപ്പ. ആരെല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നോ അവരെല്ലാം എൻ്റെ ദൈവം നിറയ്ക്കട്ടെ, 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 നിറയ്ക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ജ്ഞാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനം പണിയാനുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടാവട്ടെ. കുടുംബം പണിയാനുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം ഉണ്ടാകട്ടെ. ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടാകട്ടെ. സ്വർഗീയ ജ്ഞാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ഉറവിടം അങ്ങാണെങ്കിൽ, ജ്ഞാനവും പരിജ്ഞാനവും അങ്ങിൽ ഗുപ്തമായിരിക്കുന്നെങ്കിൽ കർത്താവേ ഈ നാളുകളിൽ പ്രിയ മക്കൾക്ക് അത് വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെ ദൈവം നടത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ നിമിഷവും എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അവരോട് ഉപദേശിക്കണം. ഓരോ വഴികളിൽ നിൽക്കുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ശബ്ദം കേൾക്കട്ടെ. തെറ്റിപ്പോകാനായിട്ട് എൻ്റെ കർത്താവ് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ കാണുന്നു, ജീവജലത്തിന്റെ ഉറവ ചിലരിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്ന പോലെ കർത്താവ് കാണിക്കുന്നു. ചിലരുടെ ഉള്ളിൽ നിന്നും ദൈവം ആ ഉറവയെ തുറന്നു വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പല സാഹചര്യങ്ങൾ കൊണ്ട് അടയ്ക്കപ്പെട്ടു പോയ ആ ഉറവയെ കർത്താവ് തുറന്നു വിടാനായിട്ട് ആഗ്രഹിക്കുന്നു, തുറന്നു വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ കർത്താവെ. ശോഭിക്കാതിരിക്കാൻ, വെളിച്ചം ശോഭിക്കാതിരിക്കാൻ ചില ഹൃദയങ്ങളെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിയിരിക്കുവാണ്. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകളെ ഞാൻ അഴിച്ചു കളയുക. ഹല്ലേലൂയ. അവരുടെ വെളിച്ചം ഈ ലോകം കാണട്ടെ. യേശുവാകുന്ന സത്യ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അവരെല്ലാം അടുത്ത ലെവലുകളിലേക്ക് വളർന്നു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. നന്ദി. നമുക്ക് ഇനി ഒന്നിച്ച് ഒന്ന് ആരാധിച്ചാലോ? ഒരു പാട്ട് പാടി ആൻറ്റി ആത്മാവിന്റെ അനുഭവത്തിലിരിക്കുവാണ്. പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുവാണ്. വിമല ആൻറ്റി, സ്തോത്രം. ആൻറ്റി അവിടെ ഇരുന്നോട്ടെ, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നോട്ടെ. നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ ഒരു വലിയ പ്രസൻസിലായിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ഒന്ന് കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. കർത്താവ് ഇറങ്ങി തൊടുവാണ്. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നടന്നുകൊണ്ടേയിരിക്കുവാണ്. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
Oh, Rafala, Hosarula, Tubara, Lisa, no, Tarabala, Hasaru, Kanatare, Pashavara, Kititolavera, Avashavara, Studichata, Devatmavina Spashana, the Lake Sapovingate, Rele, Toro, Velasarukana, Celador, Celadumbilade, Petane, Katava, the Torakuana, issue in the Namate, Toran Varatacha. Ram Taravala Hasarukana, Lento, Rabana, Lekaspara, Lanto, Rabana, Lisa, Ragona. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും വെറുതെ ഇരിക്കല്ലേ, ആരും വെറുതെ ഇരിക്കല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം ഇന്ന് നിറയ്ക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ. ചിലരുടെ മേലൊക്കെ മഴ പോലെ കർത്താവ് അതിനെ പെയ്യുവാണ്, മഴ പോലെ. ഇവിടെ മാത്രമല്ല, ഭവനത്തിലായിരിക്കുന്ന നിങ്ങളുടെ മേലും ശക്തിയായി ദൈവ സാന്നിധ്യം ചലിക്കുവാൻ. ചിലരുടെ പ്രാർത്ഥന ജീവിതം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്ന് അതിനെ ഞാൻ പൊട്ടിക്കുകയാണ് പിശാചിന്റെ പദ്ധതികളെ. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി. Fire in the name of Jesus. Hallelujah. തീ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ. ആരെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഉണർവിന്റെ അഗ്നിയെ അയക്കണേ കർത്താവേ. ചില കെട്ടുകളെ ദൈവം അഴിച്ചു കളയുകയാണ് യേശുവിന്റെ നാമത്തിൽ. ചില തലയുടെ മുകളിലേക്ക് വ്യാപരിക്കുന്ന ചില ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു കളയുന്നു. ഈ കഴുത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ചില കെട്ടുകൾ കർത്താവ് അഴിക്കുക. ചില സർപ്പശക്തികൾ യേശുവിന്റെ നാമത്തിൽ പിടിവിടട്ടെ. ചിലരുടെ അധരങ്ങളിലേക്ക് കർത്താവിന്റെ അഗ്നി വരുന്നത് ഞാൻ കാണുന്നു. ചില അധരങ്ങളിൽ പുതിയ അഭിഷേകം എന്റെ ദൈവം നൽകി തരുവാനായി പോവുകയാണ്. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ചില കുടുംബങ്ങളിൽ നിന്ന് ചില വെല്ലുവിളികളെ ദൈവം മാറ്റുന്നു. ചില വെല്ലുവിളികൾ കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില പിശാച് അവന്റെ പദ്ധതി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിയട്ടെ.
ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാം. ആത്മശക്തിയാലെ നിങ്ങൾ ഇന്ന് നിറയേണ്ടതിന്. ഹല്ലേലൂയ. കർത്താവേ, എന്നെ നിറച്ച് അയക്കാവൂ എന്ന് പറഞ്ഞ് നിന്നാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ കരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചാൽ. Sore sore bana sore tene gele sore teri gana so ora bana sore gele sore tene gele tere te. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി
മക്കളെ അങ്ങ് തൊട്ടതിനായി സ്തോത്രം. ഇന്നു മുതൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം ഷിഫ്റ്റ് ചെയ്യണം. ആത്മമണ്ഡലത്തിൽ ഒരു ഷിഫ്റ്റ് ഇന്ന് സംഭവിക്കണം. ഹല്ലേലൂയ. ഇന്നു മുതൽ അവർ ആ ജ്ഞാനത്താൽ നിറയുന്നു. പരിജ്ഞാനത്താൽ നിറയുക മാത്രമല്ല, അവരതിന്റെ വാസനയായി കർത്താവേ ഈ ലോകത്തിന് തീരണോ. അതിനായി ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരണം. അനുഗ്രഹമായി എല്ലാവരെയും അനുഗ്രഹിക്കും. വചനം കേട്ട ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും.
ഒരു കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് നല്ല കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പുതിയ അനുഭവങ്ങൾ ഉണ്ടായവർ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി പിടിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ലെവലുകൾ മാറുന്ന ദിവസമായി ഇന്ന് മാറട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഷിഫ്റ്റ് വരട്ടെ. ആത്മമണ്ഡലത്തിൽ വലിയൊരു ഷിഫ്റ്റ് വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും എനിക്കറിയാം, ഇവിടെ ആയിരുന്നുകൊണ്ട് ഒരാരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നവരേക്കും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.